ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 28. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു. ഈ വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് വചനത്തിൻ്റെ സാരാംശം ജഡമായി മാറിയെന്നല്ല, ജഡരൂപം കൂടി താൻ സ്വീകരിച്ചു എന്നേ അർത്ഥമുള്ളൂ. തൻ്റെ സാരാംശത്തിന് മാറ്റമൊന്നും വന്നില്ല. കന്യക ജനനത്തിൻ്റെ മുഴുവൻ വിശദീകരണങ്ങളും ജഡമായി തീർന്നു എന്ന വാക്കിൽ യോഹന്നാൻ ഉൾക്കൊള്ളിക്കുന്നു. ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യനായി മാറി എന്ന് അർത്ഥം. മറ്റ് സുവിശേഷകന്മാർ ചരിത്ര വിവരങ്ങളോട് കൂടി കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ യോഹന്നാൻ അതിൻ്റെ എല്ലാ അർത്ഥവും കൂടി സംയോജിപ്പിച്ച് ഒറ്റ വാക്യത്തിൽ കർത്താവിൻ്റെ അവതാരം വിവരിക്കുകയാണ്. വചനം ജഡം ധരിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ 1 തിമോത്തി 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നത് ഒരു മർമ്മമായി പൗലോസ് എടുത്തു പറയുന്നു. വചനം ജഡമെടുത്ത് നമുക്ക് ദൃശ്യമായി എങ്കിലും വചനത്തിൻ്റെ അതിനു മുമ്പുള്ള സ്ഥിതി തുടർന്നുകൊണ്ടും ഇരുന്നു എന്നുള്ളതാണ്. അതുവരെ കൈക്കൊണ്ടിട്ടില്ലാതിരുന്ന ഒരു രൂപം, അതായത് മനുഷ്യപ്രകൃതി സ്വീകരിച്ചു എന്ന് മാത്രം. ഏകജാതനായവൻ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ദൈവത്വത്തിൻ്റെ ഗുണലക്ഷണങ്ങൾക്ക് വ്യത്യാസം വരാതെ തന്നെ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ആത്മാവ്, ദേഹം ഇവ കർത്താവ് സ്വീകരിക്കുകയായിരുന്നു. യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലും എബ്രായർ 2:14 റോമർ 8:3 1 തിമോത്തി 3:16 ഈ ഭാഗങ്ങൾ കാണുക. തുടർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് പറയുന്നത്. താൽക്കാലികമായി ഒന്ന് പ്രത്യക്ഷപ്പെടുകയല്ല, യഥാർത്ഥമായി താമസിച്ചു എന്ന് വിശദീകരിക്കുന്നു. ഒന്നും അർഹിക്കാതെയും ഒന്നും ചെയ്യാൻ കഴിയാതെയും ഇരിക്കുന്ന മനുഷ്യന് സൗജന്യമായി ലഭിക്കുന്നതാണ് കൃപ. അന്ധകാരത്തിലും അജ്ഞതയിലും ഇരിക്കുന്നവർക്ക് ദൈവം സത്യമാണ്. ആ സത്യത്തിൻ്റെ പ്രഭ ഞങ്ങൾ കണ്ടു എന്ന് ഇവിടെ യോഹന്നാൻ പറയുന്നു. മനുഷ്യാവതാരത്തിൽ ചെറിയ നിലയിൽ പ്രത്യക്ഷമായ മഹത്വമാണ് തേജസ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ തേജസ് പഴയ നിയമത്തിൽ പലപ്പോഴും വെളിപ്പെട്ടിരുന്നു. അത് മരുഭൂമിയിൽ കണ്ടിരുന്നു. സീനായി പർവ്വതത്തിൽ അത് വെളിപ്പെട്ടിരുന്നു. പുറപ്പാട് 16:10 24:16 കൂടി കാണുക. കൂടാരത്തിൽ 40:34 അതുപോലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 8:11 ആലയത്തിലും. ഇങ്ങനെ അത്ഭുത പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ മറുരൂപമലയിൽ ആ സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലെല്ലാം തന്നെ യേശുക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെട്ടിരുന്നു. അതുപോലെ ഏകജാതനായവൻ്റെ തേജസ് എന്നുള്ള കാഴ്ച, മനുഷ്യാവതാരമെടുത്ത യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയ വിധമാണ് ആ തേജസ്സേറിയ കാഴ്ച. ഏകജാതൻ എന്ന ഈ പ്രയോഗം യോഹന്നാൻ ക്രിസ്തുവിനെ ഉദ്ദേശിച്ചു മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. യേശു മനുഷ്യാവതാരമെടുത്തപ്പോൾ ലഭിച്ച ഒരു പേരല്ല ഇത്. അനാദിയായി പിതാവും പുത്രനും എന്ന നിലയിലുള്ള ദൈവത്വത്തെ കാണിക്കുന്ന ഒരു ബന്ധത്തെ ഇത് പ്രദർശിപ്പിക്കുന്നു. അതുപോലെ യോഹന്നാൻ 17:5 ലോകം ഉണ്ടാകും മുമ്പേ നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അത് ഉറപ്പിക്കുന്നു. നോക്കൂ, മനുഷ്യാവതാരത്തിൽ മനുഷ്യത്വം മാത്രമേ ജനിച്ചിട്ടുള്ളൂ. പുത്രത്വം അനാദിയായിട്ടുള്ളതാണ്. ജാതൻ എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടി എന്ന അർത്ഥത്തിലല്ല, സൃഷ്ടിയുടെ കാരണഭൂതൻ എന്ന അർത്ഥത്തിലാണ്. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പേ ആദ്യനായി ഉണ്ടായിരുന്നവൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഈ വാക്യം, ഈ 1:14 പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്നെന്ന് പറയാം. മാത്രമല്ല, ഞങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ അന്നത്തെ ഗ്രേക്കരുടെ ചിന്താഗതി ദൈവത്തിന് മനുഷ്യ ശരീരം ധരിക്കാനോ മനുഷ്യ ദൈവത്തെ കാണാനോ കഴിയുകയില്ല എന്നതായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ദൈവം ഒരു ശരീരം ധരിച്ചത് ഞങ്ങൾ കണ്ടു എന്ന് എടുത്തു പറയുന്നത്. ഞങ്ങളത് വ്യക്തമായി നിരീക്ഷിച്ചതാണ്, മഹിമ കണ്ട സാക്ഷികൾ.